ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അതുക്കുട്ടിക്ക് ആധാർ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ലീവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്തേക്കും പോയിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി നമ്മളവിടെ പോകണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇപ്പോഴാണ് കേട്ടോ സാധിച്ചത്. നമ്മളുടെ ഇവിടുത്തെ അംഗനവാടിക്ക് പോയപ്പോൾ അവിടെ അംഗനവാടിക്കല്ല, ആധാർ എടുക്കുന്നിടത്ത് പോയപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വടവന്നൂരാണ് കേട്ടോ വിട്ടത്. അപ്പോൾ അവിടെ പോയപ്പം 5 വയസ്സ് ആവണേയുള്ളൂ. അപ്പോൾ 5 വയസ്സ് തികഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചു കേട്ടോ. കാരണം ഇനി ഒരിക്കൽ കൂടി നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുന്ന കാരണം കൊണ്ട് നമ്മൾ എടുത്തില്ല കേട്ടോ. അപ്പം നമ്മൾ നേരെ MGR മെമ്മോറിയൽ ഹൗസിലേക്കാണ് കേട്ടോ പോകുന്നത്. പോകുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. തൊട്ടടുത്തായിട്ട് സിംഹമാണ് കേട്ടത്. അപ്പം അതിൻ്റെ നല്ല കരിങ്കല്ലിൽ പണിത് ഒരു സിംഹം ഉണ്ട് കേട്ടോ. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ നല്ല ചെടികളും നല്ല അടിപൊളിയായിട്ട് 2 വീടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം കളിച്ച് വളർന്നതാണെന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് അത്ര ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, വടവന്നൂർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വന്നതാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്, നമുക്കൊരു 4-5 സ്റ്റോപ്പിൻ്റെ വ്യത്യാസമുള്ളൂ. ഇതുവരെയായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പം ഇന്നാണ് ആദ്യമായിട്ട് വന്നത്. പിന്നെ ഫ്രണ്ടിൽ അച്ഛൻ്റെ അമ്മൻ്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ നമുക്കതിനകത്ത് അംഗനവാടി ഉണ്ട് കേട്ടോ. അപ്പോൾ 2 വീടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതൊരെണ്ണം നമുക്ക് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു വീടും ഉണ്ട് കേട്ടോ. തറവാട്ട് വീടാണെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്ത് പോയിട്ട് എന്തൊക്കെയുണ്ട് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. കാരണം നമുക്ക് അകത്ത് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അത് കാരണം കൂടെ നമ്മൾ ചിലപ്പോൾ കഴിച്ച് വെച്ച് ഇത് നടുവിലെ റൂമാണ്. അദ്ദേഹത്തിൻ്റെ നല്ല കരിങ്കല്ലിൽ പണിത ഒരു ശില്പമുണ്ട് കേട്ടോ. പിന്നെ അടുക്കളയിലായിട്ട് അന്നദാനം കൊടുക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇടനാഴിയാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഡോറൊക്കെ നമ്മൾ എങ്ങനെയാണോ തുറന്നത് അതുപോലെ അടച്ച് വെച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങി ചുറ്റും എല്ലായിടത്തും നമ്മൾ നോക്കി സെറ്റായിട്ടുണ്ട്. അപ്പോൾ കാരണം ആരും ഇല്ല കേട്ടോ. നമുക്ക് പോയിട്ട് അതുപോലെ തന്നെ അവിടെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ ആക്കിയിട്ടിട്ട് നമുക്ക് തിരിച്ച് പോവാം കേട്ടോ. നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി നോക്കുന്നതെല്ലാം നീറ്റായിട്ട് ചെയ്തിട്ട് നമ്മൾ അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ബിൽഡിങ്ങിലാണ് കേട്ടോ. അതായത് അടുത്ത് വലിയൊരു ഹാളുണ്ട്. അതിനകത്ത് അഭിനയിച്ച മൂവികളും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയിൽ നിന്നതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ 2 പേരും, ഞാനും ഏട്ടനും കുട്ടിയും പോയത് കാരണം കൊണ്ട് നമ്മൾ ഒരുപാട് അകത്ത് പോയിട്ട് എങ്ങനെയാണ് ഫോട്ടോസ് ഒന്നും മുഴുവനായിട്ട് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ടിൽ കണ്ട കുറച്ച് ഫോട്ടോസൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ 2 വീടും അടച്ച് പൂട്ടിയിട്ട് നമ്മുടെ ഉത്തരവാദിത്വം പോലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനിത് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്കിവിടെ ഇത്ര അടുത്തുണ്ടായിട്ട് പോകാൻ പറ്റിയില്ലല്ലോ എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ദിവസം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇതാണ് കേട്ടോ അകത്തും പുറത്തൊക്കെ ആയിട്ടുള്ള ഫോട്ടോസ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ചായയും കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്.